ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് ചിലപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് മിസ് ചെയ്യരുത്. സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ 2025 ജനറൽ റീഡിംഗ് നമ്മൾക്ക് നോക്കാം, എന്താണ് അവിടെ മെസ്സേജസ് പറയണമെന്ന് ആൻഡ് എങ്ങനെയായിരിക്കും 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതും നമ്മൾക്ക് ഈ റീഡിങ്ങിൽ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ജെമിനൈ, ഇത് നിങ്ങളുടെ ഇയർലി 2025 റീഡിംഗ് ആണ്. നമ്മൾക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി 2025 ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. 2025 ഓവറോൾ എനർജി ജെമിനൈക്ക് വേണ്ടിയിട്ട് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണ് 2025 വേണ്ടിയിട്ട്? 5 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, Knight of Cups and 6 of Wands. അപ്പോൾ ഈ ടെമ്പറൻസ് എന്തിനാ ഇവിടെ ടെമ്പറൻസ് കാണുന്നത്? മജിഷ്യൻ ഉണ്ട് ഇവിടെ ആൻഡ് സ്ട്രെങ്ത്. അപ്പോൾ ജെമിനൈ, ഇവിടെ ഞാൻ കാണുന്നത് മജിഷ്യൻ നിങ്ങളുടെ തന്നെ എനർജിയാണ് ആക്ച്വലി. സ്ട്രെങ്ത് ലിയോ എനർജിയാണ് ആൻഡ് ടെമ്പറൻസ് ഇവിടെ സാജിറ്റേറിയസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ മെസ്സേജ് എനിക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ, ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെരി പവർഫുൾ ഇയർ ആണ്. നിങ്ങൾക്ക് എന്താ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിന് നിങ്ങൾക്ക് കുറേ പോസിറ്റീവായിട്ട് ഒരു തോട്ട്സ് വെക്കണം. നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് അത്രയും പവർഫുൾ ആണ്. എന്നുവെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കണ്ടിന്യൂസ്ലി അതന്നെ ആലോചിച്ചിരുന്ന അതന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഈ കൊല്ലം. ഇതൊരു നല്ല പവർഫുൾ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയും നിങ്ങൾക്ക് പോസിറ്റീവായി തിങ്ക് ചെയ്യാൻ പറ്റും, എത്രയും തോട്ട്സ് നിങ്ങൾ പോസിറ്റീവ് വെക്കണു, അത്രയും പോസിറ്റീവ് റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണും. ടെമ്പറൻസ് ബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ കൊല്ലം ബാലൻസ് ചെയ്തെന്നോ എല്ലാം വർക്ക് ചെയ്യുക. പറഞ്ഞാൽ കൂടുതൽ എഫേർട്ട് ഒരു സ്ഥലത്ത് ഇട്ടാൽ മറ്റേ സ്ഥലത്ത് അത് ഒരു ഇംബാലൻസ് ആയി പോവും. അപ്പോൾ കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാം. അതുമാത്രമല്ല, ബോൾഡായി ഡിസിഷൻസ് എടുക്കുക. പേടിയുടെ കാരണം, ഫിയറിൻ്റെ കാരണം, പാസ്റ്റിൻ്റെ കാരണം ഒന്നും ഹോൾഡ് ബാക്ക് ചെയ്യരുത്. ഒന്നും ഒരു പേടിയുടെ കാരണം മുമ്പോട്ട് പോവാണ്ടിരിക്കുക എന്ന് അങ്ങനത്തെ ഒരു അപ്രോച്ച് വെക്കരുത്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് സ്റ്റെപ്സ് നിങ്ങൾക്ക് 2025 എടുത്താലേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ശരിയാവുള്ളൂ. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ആക്ഷനും എടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ശരിയാവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി. ഞാൻ കാണുന്നത് ഈ കൊല്ലം നിങ്ങളുടെ ലൈഫിൽ ചില ചാലഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ഇയർ ഉണ്ടാവില്ല. അപ്പോൾ ആ ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോണത്. ഞാൻ പറഞ്ഞ മാതിരി ലിയോ, സാജിറ്റേറിയസ്, ജെമിനൈ, ഇവിടെ ഞാൻ 3 സൈൻസ് ഓൾറെഡി കാണുന്നുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ലോ സെൽഫ് കോൺഫിഡൻസ്ഡ് എനർജിയാണ്. ഒരു ഫിനാൻഷ്യലി ലോ, ഫിനാൻഷ്യലി ഒരു മതിയല്ലാവുന്ന മാതിരി ഒരു എനർജി. നിങ്ങൾ ചെയ്യണ എഫേർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്ര ശമ്പളം കിട്ടുന്നുണ്ടാവില്ല, ഓരൽസ് നിങ്ങൾക്ക് അത്ര അപ്രീസിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻസിലും
നിങ്ങൾ ഇടണ എഫേർട്ടിനെ കോമ്പൻസേറ്റ് ചെയ്ത് നിങ്ങളുടെ പാർട്ട്ണർ അത്ര എഫേർട്ട് ഇടുണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ഫീലിംഗ് ഓഫ് ലാക്ക് ആണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്, അത് ഇത് ഞാൻ ആക്ച്വലി എനിക്ക് കിട്ടണ മാതിരി എനിക്ക് ആ റിവാർഡ്സ് കിട്ടണില്ല ലൈഫിന്ന്. അപ്പോൾ ഈ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചൊരു സെറ്റ് ബാക്ക് 2024 ഉണ്ടായിരുന്നു വെച്ചാൽ അത് നിങ്ങൾ 2025 റിക്കവർ ചെയ്യും. എന്നുവെച്ചാൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് കഴിഞ്ഞിട്ട് അടുത്ത കാർഡ് പറയുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്, ലക്ഷറിയുടെ എനർജിയാണ്. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ പെർച്ചേസ് ഉണ്ടാക്കാനും വഴിയുണ്ട്. ഒരു വീട്, ഒരു വലിയ കാറ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു വലിയ ലക്ഷൂറിയസ് പെർച്ചേസ് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ റൊമാൻറ്റിക് എനർജിയാണ്, റൊമാൻറ്റിക് മെസ്സേജസിൻ്റെ എനർജിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടിയും ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജിയാണ്. പറഞ്ഞാൽ ഇത് ഒരു സീരിയസ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി റൊമാൻറ്റിക് മൂമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട് 2025. 6 ഓഫ് വോൺസ് ഇവിടെ ഫെയിം ആൻഡ് പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഈ കൊല്ലം നിങ്ങളുടെ എഫേർട്സിനൊക്കെ കുറേ റെക്കഗ്നിഷൻ കിട്ടും, നിങ്ങളുടെ എഫേർട്സിന് അപ്രീസിയേഷനും കിട്ടും. നിങ്ങൾ ഓൺലൈൻ എന്തെങ്കിലും ചെയ്യേണ്ട വെച്ചാൽ അതിനും കുറേ റെക്കഗ്നിഷൻ കിട്ടും, അതിന് കുറേ ചിലപ്പോൾ വൈറലാവും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അതെങ്ങനെയായിരിക്കും 2025? നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് 2025 എങ്ങനെയായിരിക്കും? പേഴ്സണൽ ലൈഫ് ജെമിനൈക്ക് വേണ്ടിയിട്ട് ഇവിടെ 7 ഓഫ് വോൺസ് ആണ്, മൂൺ ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, ആൻഡ് ഹാങ്ഡ് മാൻ. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചില ചാലഞ്ചസ് കാണുന്നുണ്ട് 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ ചാലഞ്ചസ് ഒക്കെ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് സ്ട്രോങ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ ചാലഞ്ചസ് നിങ്ങൾ എത്രയും നിങ്ങളുടെ ബിലീഫിൽ നിങ്ങളുടെ ബിലീഫിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണു, അത്രയും നിങ്ങൾ സക്സസ്ഫുൾ ആവും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. ചില ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, ചില ആൾക്കാർ നിങ്ങളുടെ ഒപ്പീനിയൻസിനെ മാറ്റാൻ നോക്കും. അതിനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ബിലീഫ്സിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഫൈറ്റ് ചെയ്യണം എന്ന്. എന്നുവെച്ചാൽ നിങ്ങൾ ബിലീവ് ചെയ്യണ കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട് വെച്ചാൽ അതിന് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. ആൻഡ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാവാം, ഇത് ഫാമിലിയുടെ ഇടയ്ക്കാവാം, പാർട്ട്ണർഷിപ്പിലാവാം. അപ്പോൾ ഇത് ജനറലി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫ്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് അപ്പ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഇവിടെ മൂന്നുണ്ട്, ഇത് മെൻറ്റൽ ഹെൽത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ മെൻറ്റൽ ഹെൽത്ത് വൈസ് കുറച്ച് സൂക്ഷിക്കാണ്ട് ഈ കൊല്ലം കുറേ ഒരു ഇമോഷണലി ചാർജ്ഡ് ഇയർ ആയിരിക്കാം. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇമോഷണലി കുറേ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ ഉള്ളിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ആൻഡ് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അതുമാത്രമല്ല ഇവിടെ കുറേ ഫിയറും ആങ്സൈറ്റിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ആങ്സൈറ്റി അറ്റാക്സ് ഒക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിപ്രഷൻ ഓൾറെഡി പേഷ്യൻ്റ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാനുള്ള സമയമാണ്. എന്ന് വെച്ചാൽ ഇത് ടെൻഡൻസി കൂടുതലായിരിക്കും ഡിപ്രഷൻ്റെ. ഓക്കെ, അതുമാത്രമല്ല മൂൺ ഒരു ഹിഡൻ സീക്രറ്റ്സിൻ്റെയും എനർജിയാണ്. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, അതെന്തോ ശരിയായി നടക്കുന്നില്ല, എന്തോ വർക്കൗട്ട് ചെയ്യണില്ല, ഇല്ലച്ചാൽ എന്തോ ഈ പേഴ്സൺ പറയണത് ശരിയല്ല. അങ്ങനത്തെ ഇൻറ്റ്യൂഷൻ കുറേ ഉണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെയാണെച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യരുത്. ഓക്കെ, മൂൺ മദറുടെ എനർജിയുമാണ്, വൈഫിൻ്റെ എനർജി ആവാം, ഒരു ഫീമെയിൽ എനർജിയാണ് മൂൺ. അപ്പോൾ മദർ, വൈഫ് അവരുടെ അടുത്ത് കൂടുതൽ പറഞ്ഞാൽ സമയം എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്ര സമയം സ്പെൻഡ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ കുറേ റിവീൽ ആവാൻ പോകുന്നുണ്ട് 2025, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ചില സീക്രറ്റ്സ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ 2025 ഡെഫിനറ്റ്ലി ഒരു സർപ്രൈസിങ് ഇയർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഞാൻ കാണുന്നുണ്ട്. ഇത് ക്യാൻസർ എനർജിയാണ്. 3ഉം ഒരു ക്യാൻസർ ആൻഡ് പൈസീസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറേ വാട്ടർ സൈൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അഗൈൻ കുറേ ഇമോഷണൽ ഇയർ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൊല്ലം. പക്ഷെ ക്വീൻ ഓഫ് കപ്സ് ഒരു കുറേ ലവിങ് പേഴ്സണുമാണ്. അപ്പോൾ ഈ ചാലഞ്ചസിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേ സപ്പോർട്ടും ഉണ്ട്, ഇമോഷണൽ സപ്പോർട്ടുണ്ട്. അഗൈൻ ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആയിരിക്കാം, പാർട്ട്ണർ ആവാം. പക്ഷെ ഈ പേഴ്സൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. ഇവരുടെ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട് ഒരു വാട്ടർ സൈൻ്റെ കൂടെ. ഇവിടെ ഫൈനലി ഹാങ്ഡ് മാൻ ആണ് ലാസ്റ്റ് കാർഡ്. അപ്പോൾ ഇത് പൈസീസ് എനർജിയാണ്. യൂണിവേഴ്സ് പറയണത് എന്ന് വെച്ചാൽ ഈ കൊല്ലം നിങ്ങൾക്ക് കുറേ ഒരു സ്പിരിച്വലി ഗ്രോയിങ് സമയമാണ്. അതുമാത്രമല്ല ഇത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അഗൈൻ മെൻ്റൽ ഹെൽത്തിനെ കുറേ സൂക്ഷിക്കണം. ആൻഡ് ചില സമയത്ത് ചില കാര്യങ്ങൾ എസ്പെഷ്യലി റിലേഷൻഷിപ്സിൽ ചില ഒരു സെപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പോസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഒന്നും മുമ്പോട്ട് നടക്കില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായ ആ സിറ്റുവേഷനെ ഒരു വേറെ പെർസ്പെക്റ്റീവിന് നോക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, എന്തോ ഇവിടെ ഒരു ലെറ്റ് ഗോ ചെയ്തൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഇപ്പോൾ കരിയറിലേക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ കരിയർ മെസ്സേജ് 2025 വേണ്ടിയിട്ട്? കരിയറിൽ ഹെർമിറ്റ് ആണ് ഫസ്റ്റ് കാർഡ്, വെർഗോ എനർജി, King of Swords, 10 of Cups and 2 of Cups. അപ്പോൾ കരിയറിൽ ഞാൻ കാണുന്നത് ഹെർമിറ്റ്, വെർഗോ എനർജി. ഇത് വിസ്ഡമിൻ്റെ എനർജിയാണ്, നോളജിൻ്റെ എനർജിയാണ്, റീസേർച്ചിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി ഈ കാര്യത്തിൽ കണക്റ്റഡ് ആണ് വെച്ചാൽ റീസേർച്ച് ഇല്ല വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് വെച്ചാൽ സ്റ്റുഡൻ്റ് ആണ് വെച്ചാൽ അതല്ല വെച്ചാൽ നിങ്ങൾ PhD ചെയ്യണ്ട വെച്ചാൽ പിന്നെ ചില കൺസൾട്ടേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലി നിങ്ങളുടെ നോളജ് യൂസ് ചെയ്യണ ടൈപ്പ് ഓഫ് ജോലിയാണ് വെച്ചാൽ ആ ജോലി ആ ടൈപ്പ് ഓഫ് കരിയറിൽ കുറേ സക്സസ് ഉണ്ടാവും. അതുമാത്രമല്ല യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് ഇവിടെ തരണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസ്, നിങ്ങളുടെ സ്കിൽ അപ്ഡേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സമയമായിരിക്കും സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. കിങ് ഓഫ് സോർഡ്സ് ഇവിടെ ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് കുറേ പ്രാക്ടിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. കുറേ ക്ലാരിറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. 10 of Cups ഇവിടെ ഒരു ഇമോഷണലി ഫുൾഫില്ലിംഗ് എനർജിയാണ്. നിങ്ങൾ ചെയ്യണ ജോലിയിലൊക്കെ നിങ്ങൾ കുറേ ഹാപ്പി ആവും. കുറേ ഒരു ഇമോഷണലി സാറ്റിസ്ഫൈങ് കരിയർ ഗ്രോത്ത് ആണ് ഞാൻ കാണുന്നത്. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫും എല്ലാം ഒരു നല്ല പോലെ ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു പ്രോസ്പെറിറ്റി ഉണ്ട്. 2 of Cups ഇവിടെ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആണ്. ഓഫീസ് റൊമാൻസ് ഉണ്ടാവാൻ വഴി ചാൻസസ് ഹൈ ആണ് ഈ കൊല്ലം, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ. പക്ഷെ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചില ഓഫീസസിൽ അത് എൻകറേജ് ചെയ്യില്ല. ചില ഓഫീസസിൽ ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനത്തെ ഒരു പോളിസി ഉണ്ട് വെച്ചാൽ സൂക്ഷിക്കണം. ഓക്കെ, അതല്ലാണ്ട് ഇതൊരു പാർട്ട്ണർഷിപ്പിൻ്റെയും എനർജിയാവും. നിങ്ങൾ ബിസിനസ്സിലേക്ക് പോകേണ്ട വെച്ചാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണർ കിട്ടും നിങ്ങളുടെ ബിസിനസ് അവരുടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടും 2025 നല്ല സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ചാലഞ്ചസ് എന്തായിരിക്കും 2025യുടെ ചാലഞ്ചസ്? ടവർ ഉണ്ട് ഇവിടെ, 8 of Cups ഉണ്ട് ഇവിടെ, 5 of Wands ഉണ്ട് ഇവിടെ ആൻഡ് 9 of Wands. അപ്പോൾ ടവർ ഇവിടെ ഒരു ഷോക്കിംഗ്, ഞാൻ പറഞ്ഞ മാതിരി റെവലേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ചില കാര്യങ്ങൾ പുറത്തു വരും, ചില റെവലേഷൻസ് ഉണ്ടാവും, ചില ഷോക്കിംഗ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവാൻ വഴിയുണ്ട്, ചില ബ്രേക്കപ്സ് ഉണ്ടാവും. ആൻഡ് ഞാൻ കാണുന്നത് ഒരു ഇമോഷണലി ഡിസ്റ്റൻറ്റ് ആവണ എനർജിയാണ്. അപ്പം നിങ്ങൾ ആരുടെയോ അടുത്തുനിന്ന് ഇമോഷണലി ഡിസ്റ്റൻസ് ആണ് ചെയ്യണേ.
ഇമോഷണലി വാക്ക് അവേ ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ്, ഒരു സിറ്റുവേഷൻ, ഒരു ഫ്രണ്ട്ഷിപ്പ്, എന്തോ ഇവിടെ ഒരു ബ്രേക്കപ്പ് മാതിരി, ഒരു എൻഡിങ് മാതിരി ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അതല്ലാണ്ട് കുറെ ഒരു കോൺഫ്ലിക്റ്റഡ് എനർജിയും ഉണ്ട് ഇവിടെ. അപ്പോൾ വഴക്കുണ്ടാവാൻ കുറെ ചാൻസസ് ഹൈ ആണ്. നിങ്ങളുടെ ടെമ്പറിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോമ്പറ്റീഷൻ ഇവിടെ കുറെ ഉണ്ടാവും കലീഗ്സിന്റെ കൂടെ. പിന്നെ മറ്റേ ആൾക്കാർ കുറെ ഇന്റർഫിയർ ചെയ്യാൻ നോക്കും. ഇതൊക്കെയാണ് നിങ്ങളുടെ 2025 ചാലഞ്ചസ്. 9 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു ഇന്നർ ഫിയറുടെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും, ഒരു ആക്ഷൻ എടുക്കാൻ, ഇല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ. അതെന്താ വെച്ചാൽ നിങ്ങളുടെ ഇന്നർ ഫിയറുടെ കാരണമാണ്. അപ്പോൾ അതും ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇവിടെ ചാലഞ്ച് പൊസിഷനിൽ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഡ്വൈസ് 2025 വേണ്ടിയിട്ട്? നിങ്ങൾക്ക് അഡ്വൈസ് എന്താണ്? അഡ്വൈസ് 7 ഓഫ് സോർഡ്സ് ആണ്, ജഡ്ജ്മെന്റ്, 7 ഓഫ് കപ്സ് ആൻഡ് ഇവിടെ 3 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ 7 ഓഫ് സോർഡ്സ് ഒരു സെൽഫ് സാബോട്ടാജിന്റെ എനർജി ആവാം. എവിടെയോ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, ഇത് എനിക്ക് ചെയ്യണം എന്ന്, ഇത് ഈ പേഴ്സൺ ശരിയല്ല, അതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ കുഴിയിൽ ചാടണ മാതിരി ഒരു എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തന്നെ ബ്ലെസ്സിങ്സിനെ സെൽഫ് സാബോട്ടാജ് ചെയ്യാനുള്ള എനർജി ആണ് ഇവിടെ കാണുന്നത്. ചില സമയത്ത് നമ്മൾക്കൊരു ടഫ് സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ആൻഡ് അതിന് നിങ്ങൾ പേടിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കാണ്ട് ഒരു ഡിസിഷൻ അങ്ങനെ എടുത്താൽ അത് നിങ്ങൾക്ക് തന്നെ ബാക്ക് ഫയർ ആവും. അതല്ലാണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞ ഒരു റെവലേഷൻ ഉണ്ടാവും എന്ന്. ചിലവർ ഓർ മേ ബി ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കാം ഇത് റിവീൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പ് തന്നെ ഒരു അഡ്വൈസ് ആയിട്ടാണ് പറയണത്. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്തോ ഇതർ നിങ്ങൾക്ക് ആ ചോയ്സ് ഉണ്ടാവും, എന്തോ എൻഡ് ചെയ്യാൻ ഇല്ലച്ചാൽ ആദ്യം റീസ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഡിസിഷൻ കുറെ സൂക്ഷിച്ചുണ്ടാക്കുക, എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം തരത്തിലും ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. 7 ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കുമ്പോഴും കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ, റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ടെംപ്റ്റേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഓഫീസ് റൊമാൻസ്, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി ആണ് വെച്ചാൽ ഓഫീസിൽ വേറെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അതൊന്നും സൂക്ഷിക്കുക. അതുമാത്രമല്ല ഡിസിഷൻ ഉണ്ടാക്കുമ്പോഴും ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കരുത്. 3 ഓഫ് വാൻഡ്സ് ചില സമയത്ത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ അതാണ് യൂണിവേഴ്സ് പറയണത്. ചിലപ്പോൾ ചില സമയത്ത് സമയം ആവാണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് പിന്നെ ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ അത് കാട്ടിലും കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. എല്ലാം ശരിയായ സമയത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ റിവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടുക, വേറെ ആർക്കെങ്കിലും പോവില്ല. അത് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പോൾ അതാണ് അഡ്വൈസ് നിങ്ങൾക്ക്. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്താണ് നിങ്ങളുടെ 2025 ഔട്ട്കം ആയിട്ട് ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. അഗൈൻ ഞാൻ ഇവിടെ ഒരു അഫെയറിൻ്റെ എനർജിയാണ് കാണുന്നത്, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇത് ഒരു ലസ്റ്റ് ബേസ്ഡ് എനർജിയാണ്. പക്ഷേ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനും ഉണ്ട്. ഇവിടെ ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു അഫെയറിൻ്റെ ഹൈ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആണോ ഇമ്പോർട്ടൻറ്റ്, ഓർ നിങ്ങളുടെ ഈ ടെമ്പററി പ്ലെഷേഴ്സ് ആണോ ഇമ്പോർട്ടൻ്റ് എന്ന്. ആ ഡിസിഷൻ എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഡിസിഷൻ എടുക്കുക. ഈ കൊല്ലം കുറച്ചൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ കൊല്ലാണ് പറഞ്ഞാൽ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, പക്ഷെ സൂക്ഷിച്ച് ഡിസിഷൻസ് എടുക്കുക. എന്ന് വെച്ചാൽ ചില സമയത്ത് അതൊരു റെക്ലെസ് എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാവലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 ടാരോ റീഡിങ്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ കാർഡ്സ് നോക്കാം, എന്താണ് അവിടെ മെസ്സേജസ്. നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്.
അപ്പോൾ ഓറക്കിൾ മെസ്സേജ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ്. ആക്യുറസി, എക്സ്പ്രഷൻ, ഇൻറ്റിമസി, ഓണസ്റ്റി. കമ്മ്യൂണിക്കേഷനിൽ സൂക്ഷിക്കുക. എന്താ നിങ്ങൾ പറയണേ, എങ്ങനെയാ നിങ്ങൾ പറയണേ, എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. പിന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വെക്കുക. ആക്യുറസി എന്ന് പറഞ്ഞാൽ ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ. മറ്റേ പേഴ്സൺ അത് ശരിയായി മനസ്സിലായേണ്ട അവർക്ക് അതും ക്ലാരിഫൈ ചെയ്യുക. എക്സ്പ്രഷൻ, ഇൻറ്റിമസി. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുക, ഓപ്പൺ അപ്പ് ചെയ്യുക. ഇൻറ്റിമസി, ഓണസ്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കുറേ പ്രധാനപ്പെട്ടായിട്ട് ഒരു എനർജി ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ആൻഡ് ഡിവൈൻ മാജിക്കും ഉണ്ട്. വിഷസ്, ഗോൾസ്, ഡ്രീംസ്, അക്കംപ്ലിഷ്മെന്റ്സ്. അപ്പോൾ ഈ കൊല്ലം നല്ല കുറേ ഞാൻ പറഞ്ഞ മാതിരി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഈ കൊല്ലം ബെസ്റ്റാണ്. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അത് അച്ചീവ് ചെയ്യാം. ഓക്കെ, പക്ഷെ അതിന് ആ ബിലീഫ് ഉണ്ടാവണം. ഇവിടെ എന്താ വെച്ചാൽ വിഷസ്, ഗോൾസ് ഒക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിസ്സിങ് ആസ്പെക്ട് അതിൽ നിങ്ങളുടെ ബിലീഫാണ്. സെൽഫ് ബിലീഫ് ഉണ്ടാവണം. ആൻഡ് ഇത് ഉണ്ടാവും എന്നൊരു ബിലീഫ് ഉണ്ടാവണം. അപ്പോഴാണ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുക നിങ്ങളുടെ ലൈഫിൽ. പോസിറ്റീവായി തോട്ട്സ് വയ്ക്കുക. അപ്പോൾ ജെമിനി, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.